ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൊൽക്കത്ത പോലീസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണതീയതി പരാമർശിച്ചതിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണതീയതി പരാമർശിച്ചതിൽ ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിന്റെ പേരിലാണ് ഈ കേസ്. രാഹുലിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത ശേഷം അദ്ദേഹത്തിനെതിരെ തെക്കൻ കൊൽക്കത്തയിലെ എൽജിൻ റോഡിലുള്ള നേതാജിയുടെ പൂർവിക വീടിന് സമീപം അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പ്രവർത്തകർ പ്രകടനം നടത്തുകയും ചെയ്തു. നേതാജിയെ ആദ്യം കോൺഗ്രസ് വിടാനും പിന്നീട് രാജ്യം വിടാനും നിർബന്ധിച്ച അതേ പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെന്ന് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രചൂഡ് ഗോസ്വാമി ആരോപിച്ചു. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പൂർവികരും എപ്പോഴും നേതാജിയുടെ ഓർമ്മകൾ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ടതിനു ശേഷം നേതാജി തന്നെ സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെ വിമർശനവുമായി എത്തിയിരുന്നു. ജനുവരി 23-നായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. അന്ന് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നേതാജിയുടെ മരണ തീയതിയായി 1945 ഓഗസ്റ്റ് 18 എന്ന് പരാമർശിക്കുകയായിരുന്നു. ഈ സംഭവമാണ് വിവാദമായത്. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാപ്പു പറയണമെന്ന ആവശ്യവുമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ രംഗത്തെത്തിയത്. എഫ്ഐആർ ഫയൽ ചെയ്തതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ വിവാദ പോസ്റ്റിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കൊൽക്കത്തയിലെ എൽജിൻ റോഡിലുള്ള നേതാജിയുടെ തറവാട്ടു വീടിന് സമീപം സഭയുടെ പ്രവർത്തകർ പ്രകടനവും നടത്തി. സുഭാഷ് ചന്ദ്രബോസിന്റെ ജനന തീയതി അറിയാമെങ്കിലും മരണതീയതി ആർക്കും അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സങ്കടം എക്കാലവും നിലനിൽക്കുമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കാര്യങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുകയാണെന്നും നേതാജി എവിടെയായിരുന്നുവെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഉള്ള കാര്യം കോൺഗ്രസ് മറച്ചുവെച്ചെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷും ആരോപിക്കുകയുണ്ടായി. കൂടാതെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയായ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് നേതൃത്വം രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. BJP സംസ്ഥാന നേതൃത്വവും രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം സൈഗോണിൽ നിന്ന് നേതാജിയുമായി അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ അധീനതയിലുള്ള മഞ്ചൂരിയയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം തായ് ഹോക്കുവിൽ, അതായത് ഇപ്പോഴത്തെ തായ്പേയിൽ തകർന്ന തീയതിയായിരുന്നു രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച 1942 ഓഗസ്റ്റ് 18 എന്ന തീയതി. നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച് പിന്നീട് രൂപീകരിച്ച കമ്മീഷനുകളൊന്നും 1945 ഓഗസ്റ്റ് 18 നേതാജി മരണമടഞ്ഞതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല.